ആദ്യഘട്ടത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ യുക്തിക്ക് അദ്ദേഹത്തിന് തീരുമാനിക്കാം, അദ്ദേഹത്തിന്റെ ധാർമ്മിക നിലപാട് അദ്ദേഹത്തിന് എടുക്കാം, പാർട്ടി തീരുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലും നിരന്തരം അനുദിനം പുതിയ പുതിയ പരാതികൾ അദ്ദേഹത്തിനെതിരെ വരുന്നു. അത് മാത്രമല്ല, അദ്ദേഹവും മറ്റ് UDF MLA മാരും താങ്കൾ പറഞ്ഞ MLA മാരും തമ്മിലുള്ള വ്യത്യാസം, മുകേഷ് ഭരണകക്ഷിയിൽ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു MLA ആണ്. അതുകൊണ്ടാണ് സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത്. മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന്, എനിക്കും താങ്കൾക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് 2023 ജൂലൈ മാസം സിനിമയുടെ നയരൂപീകരണ സമിതി ഉണ്ടാക്കിയപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് പരിശോധിച്ച് ശുപാർശകൾ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾക്കെല്ലാം മുമ്പ് ഒരു വർഷം മുമ്പ് മുകേഷ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അത്രത്തോളം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുൻ 2 ജീവിത പങ്കാളിമാരും അദ്ദേഹത്തിനെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് 2 പ്രാവശ്യം നിയമസഭാ സീറ്റ് കൊടുക്കുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്. ഭരണകക്ഷിയിലെ പ്രബലനായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു MLA ഒരു കേസിൽ പെടുമ്പോൾ മറ്റ് പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാരോട് അതേ നിലപാടല്ല സർക്കാർ എടുത്തത്. പ്രതിപക്ഷ MLA-മാർക്കെതിരെ കേസെടുക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ പോലീസ് ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിയമപരമായിട്ട് വിധേയപ്പെടേണ്ട എല്ലാ കാര്യങ്ങളിലും വിധേയപ്പെട്ടുകൊണ്ടാണ് അവർ പോകുന്നത്. അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഇടക്കാല കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം വരുമ്പോഴാണ് കോൺഗ്രസ് അവരെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് പോലും. അതുവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുകേഷിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? മുകേഷിനെ ഈ നിമിഷം വരെ സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റിയിട്ടില്ല. മാത്രമല്ല, മുകേഷിനെ CPM-ന്റെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. കോൺഗ്രസ് ചെയ്തത് ഇങ്ങനെയായിരുന്നില്ല. മുകേഷ് ഈ പാർട്ടിയിൽ, ഈ ഗവൺമെന്റിൽ അത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആണ്. മാത്രമല്ല, മുകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ട് നടന്ന സംഭവമല്ലേ എന്ന്. അദ്ദേഹം സ്വമേധയാ സമ്മതിക്കുക കൂടിയാണ് ഈ പീഡനങ്ങൾ, ആരോപണങ്ങൾ. പലവട്ടം നിരവധിയായിട്ടുള്ള ആളുകൾ ഒരേ ആളെ കുറിച്ച് നിരവധി ആക്ഷേപങ്ങൾ പറയുന്നു. മറ്റ് പരാതികൾ നിങ്ങൾ ഇതിനായിട്ട് ഇക്വേറ്റ് ചെയ്തെന്ന് പറയാൻ കാരണം, മുകേഷിനെതിരെ ആരോപണങ്ങൾ നിരന്തരം വരുന്നു, നിരവധി ആളുകൾ പറയുന്നു, ഒരേ വ്യക്തിയെ കുറിച്ച് പറയുന്നു. നിങ്ങൾ പറഞ്ഞ പ്രതിപക്ഷ MLA-മാരെ കുറിച്ച് അങ്ങനെയല്ല. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. കുറെ ആളുകളുടെ പേര് പുറത്തു വരും എന്നുള്ള പേടിച്ചുകൊണ്ടാണ് ഇവർ മൂടി വെച്ചതെന്ന് പറയുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംരക്ഷിക്കപ്പെടാനിരിക്കുന്ന ആളുകളിൽ ഒരാളാണോ മുകേഷ് എന്ന് നിങ്ങൾ സംശയിക്കുന്നു. സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർക്ക്, സ്വന്തം മുന്നണിയിലെ വനിതാ നേതാക്കന്മാർക്ക്, സ്വന്തം ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു MLA-യെ എന്തിനാണ് നമ്മൾ സഹിക്കേണ്ടത്, നാട്ടുകാർ സഹിക്കേണ്ടത്? CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഒരാൾക്ക് പോലും അനുകൂലം നിൽക്കാൻ താല്പര്യമില്ലാത്ത മുകേഷ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് സഹയാത്രികനായിട്ടുള്ള B. ജയരാജ് പോലും മുകേഷിനെ പിന്തുണയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ ആരുടെ പിന്തുണയിലാണ്, ആരുടെ സംരക്ഷണയിലാണ് മുകേഷിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് നമുക്ക് അറിയണ്ടേ? മുകേഷിന് സംസ്ഥാനത്തെ മന്ത്രിമാർ പ്രതികരിച്ചത്, സംസ്ഥാനത്തെ CPM നേതൃത്വം പ്രതികരിച്ചത് മുകേഷിന് അനുകൂലമായിട്ടാണ്. എന്തിന് പോട്ടെ, ഇപ്പോ നേരത്തെ ഇവിടെ PK ശ്രീമതിയുടെ പ്രതികരണത്തെ കുറിച്ച് ശ്രീമതി സുഹ്ര എടുത്തുദ്ധരിച്ചു. അവരടക്കം പ്രതികരിച്ചത് ഈ ഘട്ടത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിനൊപ്പം ഒന്നുകൊണ്ടാണ്. കേരളത്തിലെ വനിതാ CPM നേതാക്കൾ ഉൾപ്പെടെ അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. മറുത്ത് പറയുന്നവരോട് ഇപ്പൊ CPI-യിലാണെങ്കിൽ ആനി രാജ, CPM-ലാണെങ്കിൽ ബൃന്ദ കാരാട്ട്, നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന തരത്തിൽ വാമൂടിക്കെട്ടുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും താക്കീതുകളുമാണ് നോക്കുന്നത്. ഇവിടത്തെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട് എന്ന മട്ടിൽ. അപ്പൊ ഇത് ആരാണ് സംരക്ഷിക്കുന്നത് എന്നതിന് അവ്യക്തതയൊന്നുമില്ല. ജിൻഡോ ജോൺ, അല്ല റാഷിദെ, അത് അല്ല, ഞാൻ പറഞ്ഞല്ലോ CPM-ലെ ഉന്നത നേതാക്കന്മാർ സംരക്ഷിക്കും. എനിക്ക് മനസ്സിലാകാത്ത ഒരു ലോജിക്ക്, ബിനോയ് വിശ്വം അദ്ദേഹം വലിയ അഭിപ്രായമൊക്കെ പറയും, താത്വിക അവലോകനമൊക്കെ നടത്തുന്ന ഒരാളെപ്പെട്ട ആളാണല്ലോ. ഇവര് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ മണിപ്പൂരിലെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തിയത്. ബിനോയ് വിശ്വം സംസാരിച്ചില്ലേ? ഇവര് ആൻഡമാൻ നിക്കോബാറിലെ വിഷയങ്ങളെ കുറിച്ച് പറയില്ലേ? അല്ലെങ്കിൽ ബ്രസീൽ ഉൾക്കാടുകളിൽ കാട്ടുതീ പഠനത്തെ കുറിച്ച് ഇവർ സംസാരിക്കാറില്ലേ? അത് ആ രാജ്യത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാറുണ്ടോ? ഈ രാജ്യത്തെ ഓരോ പൗരനും തുല്യ അവകാശം തന്നെ ഈ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പൗരാവകാശം ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയാൻ. അത് ബൃന്ദ കാരാട്ടിനെയോ ആനി രാജയോ അത് വിലക്കാൻ ഇവരാരാണ്? ഈ സംസ്ഥാന നേതാക്കന്മാർ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാൻ ഇവരാരാണ്? അങ്ങനെയാണോ CPM മുൻകാലങ്ങളിൽ തീരുമാനമെടുത്തത്? ഇതേ PK ശ്രീമതി തന്നെയല്ലേ മുൻപ് M. വിൻസെന്റിനെതിരെയും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും സംസാരിച്ചത്? അവരെന്ത് നിലപാടെടുത്തത്? അതോ ഈ PK ശ്രീമതിയും ബാലൻ സഖാവും ഒക്കെ അന്വേഷിച്ചതുപോലെ PK ശശിയുടെ പോലുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, തീവ്രത നോക്കിക്കൊണ്ട് മുകേഷിനെതിരെ നടപടിയെടുക്കുമെന്നുള്ള സ്റ്റാൻഡാണ്
അങ്ങനെയൊന്നും പറഞ്ഞാൽ പൊതുസമൂഹം അംഗീകരിക്കില്ല. മുകേഷും മറ്റ് MLA-മാരും തമ്മിലുള്ള വ്യത്യാസം, മുകേഷ് ഭരിക്കുന്ന പാർട്ടിയുടെ ഇത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ഇത്രത്തോളം ആരോപണ വിധേയനായിട്ട് പോലും ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കന്മാരും ഭരണകർത്താക്കളും സംരക്ഷിക്കുന്ന ഒരു MLA. മാത്രമല്ല, ഈ മുകേഷിനെതിരെ ആരോപണം വരുമ്പോ ഈ മുകേഷിനെ സംരക്ഷിച്ച് നിർത്തുന്നവരുടെ ഒരു പ്രത്യേകത, ഈ അവരൊക്കെ പറയുന്നത് ഈ മുകേഷ് കൊല്ലം ജില്ലയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ് പറഞ്ഞ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മലയാള സിനിമയിലെ പീഡനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് മുകേഷ് ഇവർ വെച്ച് വാഴിക്കുന്നത്. അതെങ്ങനെയാ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മളുടെയൊക്കെ നേരെ കയറി നിന്നിട്ട് ഇവർ സ്ത്രീ സംരക്ഷണത്തിന്റെ വനിതാ മതിൽ കെട്ടുകയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ശബരിമലയിലേക്ക് ആക്ടിവിസ്റ്റുകളെ കടത്തിവിടാൻ വേണ്ടിയിട്ട് 1000 പോലീസിന്റെ അകമ്പടി സൃഷ്ടിച്ച പിണറായി വിജയനാണ് മുകേഷിനെ പോലുള്ള ആളുകൾക്ക് നിരന്തരം അയാൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ സംരക്ഷണ കവചമൊരുക്കുന്നത്. മുകേഷ് എടുത്ത സ്റ്റാൻഡ് ഒന്ന് നോക്കൂ. മുകേഷിനോടൊപ്പം പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ കൊടിയുടെ ചിത്രം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പ്രതിഷേധിക്കുന്നത് കണ്ടില്ലേ? പീഡനത്തിനൊപ്പം നിൽക്കാത്തത് കൊണ്ട് അദ്ദേഹം പ്രതിഷേധം വെക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും പിടിക്കാത്ത കൊടി അദ്ദേഹം മാറ്റിവെക്കുന്നു. അദ്ദേഹത്തെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായത് ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആനി രാജയ്ക്കും CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾക്കും കൊല്ലം ജില്ലയിലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും കേരളത്തിലെ ബാക്കി ഇടതുപക്ഷ സഹയാത്രികർക്കും മനസ്സിലാകാത്ത എന്ത് നീതിബോധത്തിന്റെ പേരിലാണ് മുകേഷിനെ പിണറായി തെരഞ്ഞെടുപ്പ് താല്പര്യമാണോ, ആ വക പേടിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ സമയത്ത് ഉയരുന്നുണ്ട്. ആലോചിച്ചിട്ട് മാത്രമേ പബ്ലിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഈ റിപ്പോർട്ട് ഒന്ന് പുറംലോകം കണ്ടു കിട്ടാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തിയപ്പോൾ ഓരോ ഘട്ടത്തിലും സർക്കാർ എന്തുമാത്രം ആത്മാർത്ഥത അതിനോട് കാണിച്ചിട്ടുണ്ട്, പുറത്തുവിടാനുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ മുമ്പിലുണ്ട് ശ്രീ ജയരാജ്. അതുകൊണ്ട് ആ ചരിത്രം കൂടുതൽ, ആ ചരിത്രത്തിലേക്ക് കൂടുതൽ പോകുന്നത് താങ്കൾക്ക് തന്നെ ഈ ഘട്ടത്തിൽ ക്ഷീണമായിരിക്കും ഞാൻ പറയാണ്. നോക്കൂ, ഇതിനകത്ത് ഒരൊറ്റ കാര്യം, ഈ സർക്കാർ ഏത് ഘട്ടത്തിലാണ് ഈ ഹേമ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത് എന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത് സർക്കാർ അങ്ങ് ചെയ്ത ഔദാര്യവും മഹാമനസ്കതയും ആയിരുന്നില്ല. റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാനും അതിൽ നിന്ന് പുറത്തു വിടാൻ പറഞ്ഞ ഭാഗങ്ങൾ പോലും കട്ട് ചെയ്ത് മുക്കി പിന്നീട് വളരെ പരിമിതപ്പെടുത്തി പുറത്തുവിടാനും സർക്കാർ കാണിച്ച വ്യഗ്രത എന്താണെന്ന് റിപ്പോർട്ട് ഇപ്പൊ പുറത്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴും നമുക്കറിയാം. ഇതിനകത്തെ 96-ാമത്തെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 97-ാമത്തെ ഖണ്ഡിക തൊട്ട് 117-ാമത്തെ ഖണ്ഡിക വരെ വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടാൻ പറഞ്ഞതാണ്. പുറത്തുവിടാൻ പറഞ്ഞിട്ടും ഇപ്പൊ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള 205 പേജുള്ള റിപ്പോർട്ടിൽ ആ ഖണ്ഡികകളില്ല. അത് സർക്കാർ സാംസ്കാരിക വകുപ്പ് സ്വന്തം താല്പര്യത്തിൽ മുക്കിയതാണ്. താല്പര്യങ്ങൾ അങ്ങനെ പലതുണ്ടായിരുന്നു. ഇപ്പോഴും അതിനൊന്നും മറുപടി ഒരൊറ്റ മന്ത്രിമാരും പറഞ്ഞിട്ടില്ല. അന്ന് റിപ്പോർട്ട് പുറത്ത് വന്ന ദിവസം മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് മന്ത്രി ശ്രീ രാജീവിനോട് ഉൾപ്പെടെ ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളായി, പരിശോധിച്ചിട്ടുമില്ല. പിന്നീട് അതിനകത്തൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് സ്ഥിതി. അല്ല റാഷിദ്, ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇവിടെ ഈ ചർച്ചയ്ക്കൊക്കെ കാരണമായിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാനും ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുള്ള കാരണം എന്താ? കേരളത്തിലെ ഒരു യുവനാടി കൊച്ചി നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്ന വലിയ പൊതുവികാരമാണ്. പൊതുജനങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണ് സർക്കാർ ഇങ്ങനെ ഒരു സമിതിയെ വെക്കുന്നത്, അല്ലെ? ആദ്യം അത് കമ്മീഷനാണെന്ന് പറയുകയും പിന്നീട് അത് കമ്മിറ്റിയായിട്ട് മാറുകയും അങ്ങനെ അതിന്റെ പല്ലും നഖമൊക്കെ പിഴുതു മാറ്റിയതൊക്കെ എന്തിനാണെന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് 4.5 വർഷക്കാലം അത് പുറത്തു വിടാതെ കാത്തുവെച്ച് സംരക്ഷിച്ചത് ആരെ സംരക്ഷിക്കാനാണെന്നുള്ള സംശയം ഇവിടെ നിലനിൽക്കുന്നു. അത് നമുക്കറിയാം. മുകേഷിനെ പോലുള്ള ആളുകൾക്ക് സിനിമാ നയരൂപീകരണ സമിതിയിൽ 1 വർഷം മുമ്പ് കിട്ടിയ റിപ്പോർട്ട് നമ്മൾക്ക് ആർക്കും കിട്ടാതെ വന്നത് എന്തുകൊണ്ടാണെന്നുള്ള സംശയം ഇവിടെയുണ്ട്. കാരണം സംരക്ഷിക്കുന്നത് സ്ത്രീ പീഡകരെയാണ്, സ്ത്രീകളെ അല്ല പിണറായി സർക്കാർ. അതിലൊരു തർക്കവും വേണ്ട. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലിരിക്കുന്ന രഹസ്യരേഖകൾ കോടതിക്കകത്തും പുറത്തും പരിശോധിക്കപ്പെടുകയും പ്രതികൾക്ക് അനുകൂലമായിട്ട് അത് പരിശോധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പല രേഖകളും കാണാതാകുന്നു, പലതും പുതിയതായിട്ട് ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? പൾസർ കട്ടുകൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്ന പൾസർ സുനി എന്ന് പറഞ്ഞ ഒരു നരാധമന് വേണ്ടിയിട്ട് ഇത്രത്തോളം സംവിധാനങ്ങൾ കേരളത്തിൽ ഒരുങ്ങില്ലല്ലോ. കോടതി മുറിക്കകത്ത് പോലും പൾസർ സുനിക്ക് അനുകൂലമായിട്ട് ഇത്രയും സംവിധാനങ്ങൾ ഒരുങ്ങുന്നെങ്കിൽ അതിന് പുറകിൽ മറ്റു വലിയ ശക്തികളുണ്ട്. ആ വലിയ ശക്തികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിന് സമാനമായ സാഹചര്യമാണ് മുകേഷുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉയർന്നു വരുന്നത്. ഇവിടെ പൊതുജനങ്ങൾക്ക് മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുമ്പോൾ അതിനെ നമ്മൾ അങ്ങനെ വില കുറച്ച് കണ്ടാൽ പോരാ. മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ എടുത്തിട്ടുള്ള ഓരോ ശ്രമങ്ങളും നോക്കൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറച്ചു വെക്കുന്നു. മുകേഷിനെതിരെ നിരന്തരം പൊതുസംവാദമായിട്ട് ആളുകൾ വന്ന് അഭിപ്രായം പറയുമ്പോൾ കേസെടുക്കാൻ മടിക്കുന്നു. അതിനുശേഷം പാർട്ടിയുടെ സംരക്ഷണം കൊടുക്കുന്നു. ഇപ്പോഴും മുകേഷിന് MLA സ്ഥാനവും സിനിമാ നയരൂപീകരണ സമിതിയിലും അദ്ദേഹം തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പാർട്ടിയുടെ നിലപാടെന്താ? അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംശയിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ വീട്ടിൽ
രണ്ട് മുൻ ജീവിത പങ്കാളിമാർ പറയുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പാർട്ടിയിലുള്ള ആളുകൾ, ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞു. എന്നിട്ട് മുകേഷിനെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാണ്. മുകേഷിനോട് അസൂയ തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു MLA ആയതുകൊണ്ട് അസൂയ തോന്നിയിട്ട് ആരും പരാതി കൊടുക്കാൻ സാധ്യതയില്ല. കാരണം കാണാതെ പോയിട്ട് രാഷ്ട്രീയമായി മുകേഷിന്റെ രാജി ഇപ്പോ വേണ്ടതില്ല എന്നൊക്കെ ഒരു നിലപാടിലേക്ക് പോകാൻ CPM-നെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. ഞാനൊരു സാധ്യത പറയുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയെ പോലും പല ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടി ആരോപിച്ച ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇപ്പൊ തന്നെ പോകണോ പ്രതിപക്ഷം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കോടതിയുമായി ബന്ധപ്പെട്ട ഈ ആക്ഷേപത്തിൽ നമ്മളുടെ മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലെ ഞാൻ പറയും. ഞാൻ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞല്ലോ. ഇത്തരം അനുഭവങ്ങൾ നിലനിൽക്കുമ്പോൾ മുകേഷിനെ പോലെ ഭരണകക്ഷിയിൽ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഈ നിമിഷം വരെ സംരക്ഷണ കവചം ഒരുക്കി കിട്ടിക്കൊണ്ടിരിക്കുന്ന MLA-യുടെ കാര്യത്തിൽ എല്ലാ ഭാഗവും ഞങ്ങൾ പരിശോധിക്കും. എല്ലാ ഭാഗത്തേക്കും നമ്മൾ ജാഗരൂകതയോടെ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ ഇദ്ദേഹം വഴുതി മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കേസ് പരിഗണിക്കുന്നവരും അദ്ദേഹത്തിന് വേണ്ടി വരുന്നവരും എല്ലാവരും പൊതുജനങ്ങളുടെ കണ്ണിന് മുൻപിലൂടെയാണ് വരുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയായിരിക്കണം മുകേഷിന്റെ കേസ് പരിഗണിക്കാൻ. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണ്, പരമ്പരാഗത ശൈലിയാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണ്? P. ശശി. എന്തിന്റെ പേരില? ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന CKP പത്മനാഭന്റെ പ്രസ്താവനകളുണ്ട്. CKP പത്മനാഭനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. CKP പത്മനാഭൻ നിലനിൽക്കുന്ന പാർട്ടിയിൽ തന്നെ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ആരാ? P. ശശി. P. ശശി ആരാണെന്ന് നമുക്കറിയാമല്ലോ. PK ശശി ആരാണെന്ന് അറിയാലോ. PK ശശിയുടെ വിഷയത്തിൽ അന്വേഷിച്ച് തീവ്രത കുറവാണെന്ന് പറഞ്ഞ് സംരക്ഷിച്ച PK ശ്രീമതിയെ പോലുള്ള ആളുകളാണ് ഇന്ന് മുകേഷിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത്, അല്ലേ? അവിടെ അവരൊക്കെ മുൻകാലങ്ങളിൽ എടുത്ത നിലപാട്, ഇപ്പോഴത്തെ നിലപാട് പരിശോധിക്കണം. മാത്രമല്ല, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. ഇപ്പൊ പുരോഗമന കലാസമിതിയുടെ സമിതിയൊക്കെ ഉണ്ടല്ലോ, പൂക്കാസയുടെ ഭാരവാഹിയെ തെരഞ്ഞെടുത്തുള്ള ഒരു ഗോകുലേന്ദ്രൻ, അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി നമുക്കറിയാമല്ലോ. ഇവരുടെ പാർട്ടിയിൽ ഇത് സ്ഥിരം പരിപാടിയാണെന്ന്. ഇത്തരക്കാരെ സംരക്ഷിച്ച് നിർത്തുന്നതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ, ആമസോൺ കാട്ടിൽ എവിടെയെങ്കിലും തീ പിടിച്ചാൽ ഇവർ വലിയ പ്രതിഷേധം ചെയ്യും. പക്ഷെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ കേരളത്തിലെ നേതാക്കന്മാർ മാത്രമേ മിണ്ടാൻ പാടുള്ളൂ. ബാക്കി നേതാക്കന്മാർ ആരും മിണ്ടാൻ പാടില്ല. ആനി രാജ മിണ്ടാൻ പാടില്ല. CPM-ന് പിണറായി വിജയന് വേണ്ടിയിട്ട് ഒരാൾ പോലും മിണ്ടാൻ പാടില്ല. ശരി ജിൻഡോ.